നമസ്കാരം. ഇന്നത്തെ എൻ്റെ ഒരു അനുഭവം നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ആക്ച്വലി ഇന്ന് ഞാനൊരു വേറൊരു വഴിക്കൊരു ബ്രേക്ക് ഡൗൺ കോഴ്സിനും വേണ്ടിയിട്ട് പോകുന്ന സമയത്ത് എമർജൻസി ആയിട്ട് ഞാൻ അറിയുന്ന ഒരു ലാബിലേക്ക് എന്നെ വിളിക്കുകയാണ്. വിളിച്ചത് വേറെ ഒന്നല്ല, ആസ്പിറേഷൻ വളരെ കുറവാണ്, നമുക്ക് റിസൾട്ട് കൊടുക്കാൻ പറ്റുന്നില്ല, ഇമ്മീഡിയറ്റ് ആയിട്ട് വരണം എന്നുള്ള രീതിയിലാണ് പറഞ്ഞത്. അപ്പോൾ ഞാൻ വന്നു നോക്കുമ്പോൾ ഉണ്ടായിരുന്ന അല്ലെങ്കിൽ ഞാൻ കണ്ട ഒരു അനുഭവം നിങ്ങൾക്ക് ഷെയർ ചെയ്യാനും അതെങ്ങനെ നിങ്ങൾക്ക് തന്നെ കസ്റ്റമർക്ക് തന്നെ എങ്ങനെ ഓവർകം ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു ടിപ്പുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഞാൻ വന്നു നോക്കിയപ്പോൾ നമ്മുടെ ഫ്ലോസെല്ലിൻ്റെ ട്യൂബിങ്സിൻ്റെ ഉള്ളിൽ കോട്ടണോ അല്ലെങ്കിൽ ഇതുപോലെ ടിഷ്യൂ പേപ്പർ കുടുങ്ങി അത് ആസ്പിറേഷൻ കറക്റ്റായിട്ട് എടുക്കുന്നില്ല. ഇതാണ് കംപ്ലൈൻറ്റ്. ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഫ്ലോസെല്ലിൻ്റെ ട്യൂബിങ്സ് എങ്ങനെയാണ് ഇത് കോട്ടൺ കുടുങ്ങിയിരിക്കുന്നതാണ്. നമുക്ക് ഈ കോട്ടൺ പീസ് അല്ലെങ്കിൽ ഈ ട്യൂബിൻ്റെ ഉള്ളിലിരിക്കുന്ന കോട്ടൺ പീസ് നിങ്ങൾക്ക് ഒരു വളരെ ശ്രദ്ധിച്ചാൽ 1-2 മിനിറ്റിനുള്ളിൽ നമുക്കത് ക്ലിയർ ചെയ്യാം. നമുക്കപ്പോൾ ഒരു സർവീസ് എഞ്ചിനീയർ വന്ന് അത് ക്ലീൻ ചെയ്ത് അല്ലെങ്കിൽ അത്രയും നിങ്ങൾക്ക് ടൈം ഡിലേ വരുത്തേണ്ട ഒരു ആവശ്യകതയും ഇല്ല. നിങ്ങൾക്ക് തന്നെ സ്വയം ചെയ്യാമെന്നുള്ള ഒന്ന് ശ്രദ്ധിക്കേണ്ട കാര്യം മാത്രമേ ഉള്ളൂ. ഞാൻ അതെങ്ങനെ ക്ലീൻ ചെയ്യണമെന്നും അതെങ്ങനെ റിമൂവ് ചെയ്യാൻ പറ്റുമെന്നുള്ള 1-2 കാര്യങ്ങൾ കാണിച്ചു തരാം. അങ്ങനെ വരുമ്പോൾ നിങ്ങളുടെ വർക്ക് കാര്യങ്ങൾ ഡിലേ ആവാതെയും നിങ്ങൾക്ക് ഇമ്മീഡിയറ്റ് ആയിട്ട് സാമ്പിൾ റിസൾട്ടുകൾ കൊടുക്കാനായിട്ട് പറ്റും. നിങ്ങൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഇപ്പോൾ നിങ്ങൾ കാണുന്നത് പോലെ ഇതിനകത്തൊരു കോട്ടൺ പീസാണ് ഇരിക്കുന്നത്. ഇതിനകത്ത് നിങ്ങളൊരു സിറിഞ്ച് എടുക്കുക, ഒരു 2 ml സിറിഞ്ച് എടുക്കുക. ഈ 2 ml സിറിഞ്ച് എടുത്തിട്ട് ജസ്റ്റ് ഇതിൻ്റെ ടിപ്പിൻ്റെ വശമുണ്ട് അത് ജസ്റ്റ് ഒന്ന് ബെൻഡ് ചെയ്യാന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഒന്ന് നിലത്തൊരു ഒരു ചെറിയൊരു കുത്തുകുത്ത ജസ്റ്റ് ഇതുപോലെ തന്നെ പ്രസ് ചെയ്തിട്ട് കാണാം. നിങ്ങൾ കാണുന്നില്ലേ ഇത് താഴേക്ക് വരുന്നത്, ഇതുപോലെ ഇത് വലിച്ച് തിരിച്ചെടുക്കുക. ഇതാണ് അതിൻ്റെ ഉള്ളിൽ കുടുങ്ങിയിരുന്ന സംഭവം. ഒന്ന് ഈ മെത്തേഡിൽ ഉപയോഗിക്കാം, പക്ഷേ ഈ മെത്തേഡ് ഞാനും സജസ്റ്റബിൾ അല്ല. കാരണം നമ്മൾ മൂർച്ചയുള്ള ഭാഗം യൂസ് ചെയ്യുമ്പോൾ ട്യൂബ് ഡാമേജ് വരുത്താനും കാര്യങ്ങളും സാധ്യതകളുണ്ട്. പക്ഷെ സൂക്ഷിച്ച് എടുക്കുകയാണെങ്കിൽ നമുക്ക് ഇപ്പം നിങ്ങൾ തന്നെ കണ്ടു ഒരു 30 സെക്കൻഡ് അല്ലെങ്കിൽ ഒരു 10 സെക്കൻഡ് കൊണ്ട് നമ്മൾ എടുത്തു. പക്ഷെ ശ്രദ്ധിച്ച് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് അത് റിമൂവ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിൻ്റെ അഗ്രഭാഗം കുറച്ച് ബെൻഡ് ഉണ്ടെങ്കിൽ നമുക്കത് പെട്ടെന്ന് അങ്ങോട്ട് കയറ്റിയിട്ട് ഇങ്ങനെ തിരിച്ചു വലിക്കുന്ന സമയത്ത് അത് ഇതിൻ്റെ കൂടെ പോരും. അത്രേ ഉള്ളൂ അതിൻ്റെ ലോജിക്ക്. നമുക്ക് വേറൊരു മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഈ ട്യൂബിങ്സ് നമ്മൾ സെപ്പറേറ്റ് ചെയ്തെടുത്ത് കഴിഞ്ഞിട്ട് നമ്മൾ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ഇതിൻ്റെ ആസ്പിറേഷൻ നടക്കുന്നത് ഇവിടുന്ന് ഇങ്ങോട്ടാണ്. അപ്പോൾ നമ്മൾ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ നിന്ന് നമ്മൾ വെള്ളം ഫ്ലോ ചെയ്ത് കഴിഞ്ഞാൽ അത് ഓട്ടോമാറ്റിക്കായിട്ട് താഴേക്ക് വരും. ഞാൻ അത് എങ്ങനെ ചെയ്യേണ്ടതെന്ന് ഞാൻ കാണിച്ചു തരാം. ജസ്റ്റ് ഫ്ലോസെല്ലിൻ്റെ അത് റിമൂവ് ചെയ്തെടുക്കുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ യെല്ലോ ടിപ്പ് എടുത്തിട്ട് ഈ ടിപ്പ് കട്ട് ചെയ്താൽ മാത്രമേ നമുക്ക് ഈ സിറിഞ്ചിൻ്റെ ഉള്ളിൽ നമുക്കിത് ഇടാൻ പറ്റുള്ളൂ. സിറിഞ്ചിൻ്റെ ഉള്ളിൽ ഇട്ടിട്ട് ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ട് ഡിസ്റ്റിൽ വാട്ടർ എടുക്കുക. ഡിസ്റ്റിൽ വാട്ടർ എടുത്തിട്ട് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്യാം. പ്രസ് ചെയ്യുന്ന സമയത്ത് ഇവിടുന്ന് വെള്ളം പമ്പ് ചെയ്ത് പോകും. ആ പ്രഷറിൽ ഇതിൻ്റെ ഉള്ളിലുള്ള കരടോ കാര്യങ്ങൾ എല്ലാം റിമൂവ് ചെയ്യും. ഇങ്ങനെ ഈ 2 മെത്തേഡിൽ നമുക്ക് ഈ പറഞ്ഞ കോട്ടൺ അല്ലെങ്കിൽ ടിഷ്യൂ പേപ്പർ വേസ്റ്റുകൾ നമുക്ക് റിമൂവ് ചെയ്യാൻ പറ്റും. ഞാൻ രണ്ടാമത് കാണിച്ച മെത്തേഡാണ് കുറച്ച് സജസ്റ്റബിൾ ആയിട്ടുള്ളത്. കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ ടിപ്പ് ഉപയോഗിക്കുമ്പോൾ ട്യൂബിങ്സോ കാര്യങ്ങളോ ഡാമേജോ കാര്യങ്ങളോ വരില്ല, ഷാർപ്പ് എഡ്ജ് കാര്യങ്ങളില്ല. അപ്പം അത് ഉപയോഗിക്കാം. ഇമ്മീഡിയറ്റ് ആയിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ സിറിഞ്ച് വെച്ചിട്ടായാലും ഉപയോഗിക്കാം. പക്ഷേ സിറിഞ്ച് വെച്ച് ഉപയോഗിക്കുമ്പോൾ വളരെ സൂക്ഷിച്ച് കെയർ ചെയ്ത് സ്വന്തം റിസ്കിൽ മാത്രം ഉപയോഗിക്കുക, അല്ലെങ്കിൽ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാരെ കൊണ്ട് ചെയ്യിപ്പിക്കുക. ഈ 2 മെത്തേഡിൽ നിങ്ങൾക്ക് ടിഷ്യൂ പേപ്പർ ഈ ട്യൂബിങ്സിൻ്റെ ഉള്ളിൽ നിന്ന് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇമ്മീഡിയറ്റ് ആയിട്ട് സാമ്പിൾ ആസ്പിറേറ്റ് ചെയ്യാനും അല്ലെങ്കിൽ ഫ്ലോ അതിൻ്റെ കറക്റ്റ് ആവാനും റിസൾട്ടിൽ ഫ്ലക്ച്വേഷൻ ഇല്ലാതെ കറക്റ്റായിട്ട് കാര്യങ്ങൾ നമുക്ക് ചെയ്യാനും കാര്യങ്ങളും പറ്റും. നിങ്ങൾക്ക് ആരെങ്കിലും ഇതുപോലുള്ള ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ ഈ 2 മെത്തേഡ് യൂസ് ചെയ്ത് നിങ്ങൾക്ക് അത് ക്ലിയർ ചെയ്യാം. ഇത് രണ്ടും പറ്റിയില്ല എന്നുണ്ടെങ്കിൽ മാത്രം സർവീസ് എഞ്ചിനീയേഴ്സിന് വിളിക്കുക. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കുക, ഫ്ലോസെൽ എന്ന് പറഞ്ഞാൽ മെഷീൻ്റെ ഏറ്റവും ഹാർട്ടായിട്ടുള്ളൊരു ഭാഗമാണ്. ഉപയോഗിക്കുമ്പോഴും വയ്ക്കുമ്പോഴും എല്ലാം വളരെ കെയർ ചെയ്ത് ഉപയോഗിക്കുക. കാരണം ഫ്ലോസെൽ നമുക്ക് എക്സ്പെൻസീവ് ആയിട്ടുള്ളൊരു സ്പെയർ പാർട്സ് ആണ്. അപ്പോൾ അതൊന്നും പ്രത്യേകം ശ്രദ്ധിക്കുക. ഓക്കെ, താങ്ക് യു.